ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തൊരാൾ വീഡിയോ എഡിറ്റ് ചെയ്യാനെങ്കിലും നമ്മൾ മക്കളെ ആശ്രയിക്കണം അല്ലേ? നമ്മൾ മക്കളെ ആശ്രയിക്കണം, മക്കളോട് ചോദിക്കണം മക്കളെ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. ഒരു 2 ദിവസമൊക്കെ ഓല് എഡിറ്റ് ചെയ്ത് തരും. 3-ാം ദിവസം ഓടി പറയും നിങ്ങളെന്നെ എഡിറ്റ് ചെയ്തൂടെ, നിങ്ങൾക്ക് എന്താ പഠിച്ചൂടെ, അങ്ങനെയൊക്കെ ഓല് ചോദിക്കുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളൊന്ന് പഠിക്കട്ടെ എന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ അനുഭവം പറയാം കേട്ടോ. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മക്കളോട് പറഞ്ഞു. അപ്പോൾ ഒരു പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഇതെങ്ങനെയാ മോളെ എഡിറ്റ് ചെയ്യൽ, ഇപ്പം ന്യൂ പ്രൊജക്റ്റിനൊക്കെ അവൾക്ക് പറഞ്ഞപ്പം അവൾക്ക് നെക്കി അവൾക്ക് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാ മോളെ ഇനി ഇത് കുറച്ച് കട്ട് ചെയ്യേണ്ടീനല്ലോ, എന്താ കട്ട് ചെയ്യൽ, എങ്ങനെയാ കട്ട് ചെയ്യുക മോളെ, എങ്ങനെയാ കട്ട് ചെയ്യുക മോളെ 4-5 പ്രാവശ്യമൊക്കെ ചോദിക്കണം ഓരോട്. അങ്ങനെ ചോദിച്ച് കഴിയുമ്പോഴേക്കും ഓൽക്കെല്ലാം കൂടി ദേഷ്യം പിടിക്കും. അപ്പോൾ കട്ട് ചെയ്യുന്നത് കാണിച്ചെന്ന് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൗണ്ട് ഉണ്ടാവും എല്ലാത്തിനും. മോളെ എങ്ങനെയാ മോളെ ഈ സൗണ്ടൊക്കെ ഒഴിവാക്കുക, സൗണ്ട് ഒഴിവാക്കി നമുക്ക് വേറെ സംസാരിക്കുക എന്താക്കും, എങ്ങനെയാ മോളെ അതെങ്ങനെയാന്ന് ചോദിക്കും. അപ്പോൾ പിന്നെ അത് കാണിച്ചു തന്നെ അതെല്ലാം കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കും മോളെ പിന്നെ ഇത് രസമല്ല, ഞാൻ എന്തോ അതിൻ്റെയൊക്കെ നല്ല എൻ്റെ ഇത് രസമല്ല ഇതൊന്നും എൻകൊണ്ട് അതിനി എന്താ ചെയ്യണ്ടേ ഞാൻ. അതിങ്ങനെ ആക്കലാണേ നിങ്ങൾ വീഡിയോ ഇട്ടണ്ട, നിങ്ങൾ എഡിറ്റ് ചെയ്യണ്ട, മതി ആടെ വെച്ചേക്ക്, നിങ്ങൾ വീഡിയോ ഇട്ടണ്ട, അങ്ങനെയൊക്കെ ഓല് ആദ്യം പറയാം. അങ്ങനെയെല്ലാം കൂടി കഴിഞ്ഞ് പിന്നെ ഓലെന്ത് ചെയ്യും, നമ്മളെന്തെങ്കിലും ആകാത്തെന്തോ വീഡിയോ ഒക്കെ ഉണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഉള്ള ഓലെന്ത് ചെയ്യും കട്ട് ചെയ്ത് തരും. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താ അപ്പോൾ സംസാരിക്കാൻ എങ്ങനെ നമ്മൾ ഏതാ നെക്കൻ്റെ അങ്ങനെ ഓരോട് വയ്ക്കുക. അപ്പോൾ പിന്നെ ഒരു സംസാരിക്കേണ്ടി ഒക്കെ ഒന്ന് നെക്കിത്തരും. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സ്റ്റോപ്പാക്കാനാകുന്നില്ല അപ്പോൾ സ്റ്റോപ്പാക്കേണ്ടത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഈ സൗണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ സംസാരം നിർത്തിയാൽ ഇത് നീങ്ങിക്കൊണ്ടിരിക്കല്ലോ. അപ്പോൾ മോളെ സ്റ്റോപ്പാക്ക് അറിയാം. അപ്പം സ്റ്റോപ്പാക്കണ്ടേ, സ്റ്റോപ്പാക്കലും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ സ്റ്റോപ്പാക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുക എങ്ങനെയാ മോളെ ഇതേനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യൽ ഏതാനൊക്കെ. അപ്പോൾ പിന്നെ അതും ഒരു കാണിച്ചു തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോൻ്റെ ഒക്കെ മുന്നിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ ഇടണ്ടേ, അതെങ്ങനെയാണെന്ന് ചോദിക്കും. പിന്നെ ഇപ്പോൾ അതൊക്കെ ചോദിച്ച് അതും ചെയ്ത് പിന്നെ ഓൽക്കൊരു ദേഷ്യം ഇങ്ങോട്ട് വരാനിട്ട് പിന്നെ ഓൽക്ക് ദേഷ്യം പിടിച്ച് നമ്മളോട് ദേഷ്യം പിടിച്ച് ഒരു പിന്നെ നമ്മളോട് നിങ്ങൾ അരട്ടച്ച് പോയിക്കോ, നിങ്ങൾ വീഡിയോയും ഇടണ്ട വേറെയും ഇടണ്ടെന്നറിയാം. അല്ല മോളെ എന്നാലും ഇനി ഒന്ന് കാണിച്ചതാണെന്നറിയും. അങ്ങനെ പിന്നെ ഓലെങ്ങനെയോ ഇത് ഡൗൺലോഡൊക്കെ ചെയ്ത് അന്നേ മുന്നിൽ ഫോട്ടോ വെച്ച് അന്നേ പിന്നെ മുന്നിൽ ഫോട്ടോ വെച്ച് അന്ന് ബാക്കി എന്ത് ചെയ്യും, പിന്നെ എന്തെങ്കിലുമൊക്കെ താഴെ എഴുതി വിടണ്ടേ. അപ്പോൾ എഴുതി വിടണമെങ്കിൽ അതുപോലെ എഴുതിയിട്ടന്ന് പിന്നെ അവസാനം നിങ്ങൾക്ക് എന്തേതാ ഇടണ്ടേ താഴത്തെ എഴുതണ്ടേന്ന് നോക്കിയപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് റെഡിയായി കൊടുക്കണ്ടേ. അങ്ങനെ പിന്നെ അത് റെഡിയായി കൊടുക്കുന്നത് എടുക്കും. അങ്ങനെ അത് റെഡിയായി കൊടുത്ത് പിന്നെ അപ്പോഴേക്ക് ഉണ്ടാവും പിന്നെ മോളെ എന്നാലും ഇനി ഒന്നും കൂടി ഉണ്ട് ഡൗൺലോഡ്, ഇത് ഒന്നുകൂടി ശരിയാവാണ്ടെല്ലാം എന്താക്കും ഇനിയിപ്പോൾ. നമ്മളിപ്പോൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എഴുതിപ്പോയല്ലോ, ഇല്ല ഇത് റെഡിയാക്കി പോയല്ലോ, ഇനിയിപ്പോൾ ഇതെന്തോ ഒന്ന് വീഡിയോയിൽ കൂടിപ്പോയി, ഇത് വേണ്ട അതിന് വീഡിയോ വേണ്ട ഇത് ശരിയാക്കണ്ടേനു എന്ന് പറയും. പിന്നെ അതും മുണ്ടച്ച് വേജാറായി. അങ്ങനെ പിന്നെ ഓൽക്ക് നമ്മളോട് ദേഷ്യം പിടിക്കേ. അങ്ങനെ ദേഷ്യം പിടിച്ച് കഴിഞ്ഞ് അതും ചെയ്തു തരും കേട്ടോ, അതും ചെയ്ത് തന്ന് പിന്നെ മോളെ ഇങ്ങോട്ട് വാ മോളെ ഇത് രസമല്ല അതും കൂടി കട്ട് ചെയ്യാമെന്ന് അറിയും. പിന്നെ അപ്പോൾ രണ്ടാമതാകുമ്പോൾ പിന്നെ ഒന്നുകൂടി കട്ട് ചെയ്യാൻ വിളിക്കും. ഞാൻ പിന്നെ രണ്ടാമതും കട്ട് ചെയ്യാൻ വിളിച്ച് പിന്നെ ഓര് ശരിയാക്കി എങ്ങനെ തരും എന്നാ. ഇത് ശരിയായി കൊടുത്താലേ കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു ഒരാൾ ശരിയാക്കി തരില്ല. ഇങ്ങനൊക്കെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിരിക്കുന്നു, ആർക്കെങ്കിലും ഉണ്ടാക്കി ഞങ്ങളിതൊക്കെ പറയാം കേട്ടോ. കമൻറ്റിലൂടെ ഇനി അല്ലാണ്ട് പറയുകയൊക്കെ ചെയ്യണ്ടോ. രസമാണ് കേൾക്കാൻ അല്ലേ, ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ.
പിന്നെ അങ്ങനെ ഉണ്ട്, ഇത് സൗദിയിൽ ഉള്ള ഒരു ഷോപ്പാട്ടോ. ഒരു ഷോപ്പല്ല, കുറേ ഷോപ്പിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം ഇങ്ങനെ വലിയ നല്ല ഭംഗിയിലൊക്കെ ഡീജൊക്കെ വെക്കും, കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ ഡീച്ച് വെച്ച് നല്ല രസത്തിൽ ഷോക്കൊക്കെ വെക്കും. പക്ഷെ ഇവിടെ ഭയങ്കര റേറ്റാട്ടോ. റേറ്റ് കാരണം നമ്മൾ ആരും ഒരു സാധനം വാങ്ങിപ്പോവില്ല. റേറ്റാ. ഒരു മീറ്ററിന് തന്നെ 5000 10,000 ഒക്കെയാണ് ഇവിടെ വില. നമ്മൾ പോയി കണ്ണ് വിറ്റ് നമ്മൾ ബേജാറായി പോയിട്ടോ. പിന്നെ നമ്മൾക്ക് പോകുന്നത് നമ്മൾ ക്ലോത്തേ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. പിന്നെ ഇപ്പം ഞമ്മക്കൊക്കെ അല്ലാണ്ട് ചില ഷോപ്പുകൾ ഉണ്ടാവും. ഇത് സൗദി ലേഡി സൂക്ക് എന്ന് പറയുന്ന സൂക്കാണ്. അപ്പം ഞമ്മക്കൊക്കെ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കേരള മാർക്കറ്റൊക്കെ പറയുന്നത് നമ്മൾ മലയാളികളൊക്കെ ഉള്ള ഷോപ്പൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ പോയി വാങ്ങുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തും മോഡലും ഒക്കെ അല്ല. പിന്നെ അർജൻ്റാണെങ്കിൽ അങ്ങനെ വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ അങ്ങനെ ഉള്ളതൊക്കെയാണെ നാട്ടിൽ വന്ന് വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ട് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് വാങ്ങുന്ന നല്ലത്. ഒക്കെ നല്ല ഭംഗിയുണ്ട്, ക്ലോത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ അതൊന്നും ഒക്കെ ഭയങ്കര റേറ്റാണ്. റേറ്റ് ഭയങ്കര റേറ്റാട്ടോ. എൻ്റെത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നല്ല രസത്തിൽ അണിയിച്ചൊരുക്കി വെച്ചത് അതാണ്ടില്ലേ, നല്ലൊരു ഭംഗി കാണാനില്ലേ. പിന്നെ ഈ കട്ട് പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കട്ട് പീസിനൊക്കെ നമുക്ക് ഒരു മീറ്ററിന് തന്നെ അത് വേറൊരു ക്ലോത്ത്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇതൊക്കെ ഓരോ പീസുകൾ ഏകദേശം ഒരു കണക്കാക്കി വെക്കുന്നതാണ് ഓരോ ഡ്രസ്സിനൊക്കെ. അപ്പം അതിൽ നമുക്ക് എടുത്തരും. ഇതൊക്കെ അങ്ങനെ തന്നെ. ആ റേറ്റൊക്കെ നല്ല റേറ്റാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ എല്ലാ ഷോപ്പിൻ്റെയും പുറത്തുകൂടെ അങ്ങനെ വീഡിയോ എടുത്ത്. അപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണാനൊരു ദിവസമല്ലേ, കാണാലോ എന്ന് വിചാരിച്ച്. കണ്ടില്ല, നല്ല ഭംഗിയില്ലേ? സൗദിയിലൊക്കെ വരുന്ന വാങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ക്ലോത്തുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ വില കൂടുതലാണ്, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് നാട്ടിൽ വന്നാൽ 10,000 ഉറുപ്പ്യൊക്കെ അല്ലേ വേണ്ടു. ഒരു വെഡ്ഡിങ് പാർട്ടിക്ക് ഇപ്പോൾ വേണ്ടി വന്നാലും ഒരു 10,000 ഉറുപ്പ്യൊക്കെ നല്ല അടിപൊളി ഏകദേശം ഒരു ആവറേജ് തലേന്നിടാൻ പറ്റുമോ, അന്നിടാൻ പറ്റുമോ ഉണ്ടാവൂലേ? ഓന് അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ഇവിടെയൊക്കെ ഒന്ന് ചെയ്യണേ. ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറയട്ടോ. അപ്പോൾ അതും കേൾക്കാനൊരു രസമല്ലേ? ഇപ്പോഴത്തെ കാലത്ത് മക്കൾക്കൊക്കെ എല്ലാം അറിയാൻ, അമ്മക്കൊന്നും അറിഞ്ഞൂടാ. പ്രായമായി 45-50 വയസ്സായ പെണ്ണുങ്ങൾക്കൊന്നും നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ പഠിക്കുന്നുള്ള നമ്മളിപ്പോൾ തെളിയിച്ചു കൊടുത്തിട്ടോ. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യലൊക്കെ നമ്മൾ തന്നെ. അതിനെക്കൊണ്ട് എല്ലാവരും നമുക്ക് വേണ്ടി സബ് ചെയ്ത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാ വീഡിയോയും കാണാൻ ലൈക്ക് ചെയ്യുക. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, ബൈ.